Hi, welcome back to another video. ഇന്ന് ടോപ്പിക് നമ്പർ 11 പ്രകാശം. ഈ ഒരു ക്ലാസ്സിൽ 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 7th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിലെ ഈ ഒരു സെക്കൻഡ് ലെസൺ പ്രകാശ വിസ്മയങ്ങൾ എന്ന ഈ ഒരു ചാപ്റ്ററും കൂടാതെ തന്നെ 7th സ്റ്റാൻഡേർഡിൽ ന്യൂ SCERTയിൽ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്നൊരു ലെസൺ കൂടി ഉണ്ട്. അപ്പോൾ ഈ 2 ലെസൺസ് ആണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. PSC ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു PSC ഉദ്യോഗാർത്ഥി പഠിക്കേണ്ട ലെവലിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. അതിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് പോയിന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാമല്ലോ. ഇത് ടോപ്പിക് നമ്പർ 11 ആണ് പ്രകാശം. ഓക്കെ, പ്രകാശവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വലിയ ക്ലാസ്സുകളിലും ടോപ്പിക്സുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു തീർക്കും കേട്ടോ, പ്രകാശം. അപ്പോൾ ഇന്ന് 2 ചാപ്റ്റേഴ്സാണ്. നാളെ ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ക്ലാസ് ചെയ്യും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇവിടെ കുട്ടികൾ കുറച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. കണ്ടോ, ടോർച്ച് അടിച്ച് പ്രകാശം ഭിത്തിയിൽ പതിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലേറ്റ് വെച്ചിട്ട് കണ്ണാടി വെച്ചിട്ട് ഒക്കെ പ്രകാശം ഭിത്തിയിലേക്ക് ഒരു പ്രതലത്തിലേക്ക് പതിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ എന്ത് പറയുന്നത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയുന്നത്. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിന്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രതലത്തിനനുസരിച്ച് എന്ന് പറഞ്ഞ ഹെഡിങ് തന്നിട്ടുണ്ട്. ഇവിടെ 2 പിക്ചേഴ്സ് ആണ്, ആദ്യം ഒന്ന് ശ്രദ്ധിക്കണേ. ക്രമ പ്രതിപതനവും അതുപോലെ തന്നെ വിസരിത പ്രതിപതനവും. ഇത് രണ്ടും എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രതിപതനം എന്താണെന്ന് പഠിച്ചല്ലോ. എന്താണ്? പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിന്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ക്രമപ്രതിപതനം എന്താണെന്ന് നോക്കാം. കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായി പ്രതിപദിക്കുന്നു. ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ കണ്ണാടിയാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമാണെങ്കിലും മിനുസമുള്ള ടൈല്, അങ്ങനെ മിനുസമുള്ള ഏതൊരു പ്രതലമാണെങ്കിലും അവിടെ എന്ത് ചെയ്യും? പ്രകാശം അവിടെ പതിക്കുമ്പോൾ ക്രമമായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ വന്ന് പതിക്കുന്ന ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്രമമായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കണ്ടല്ലോ, ഇതാണ് എന്ത്? ക്രമപ്രതിപതനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. ഓക്കെ, അപ്പോൾ ദർപ്പണങ്ങളിൽ നമ്മുടെ കറക്റ്റ് ഇമേജ് കാണാനുള്ള കാരണം എന്താണ്? പ്രകാശത്തെ അത് ക്രമമായി റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഇങ്ങനെയല്ല, ഈ ക്രമമല്ലാത്ത രീതിയിലും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ എന്താണ് ആ ഒരു പ്രതലത്തിന്റെ പ്രത്യേകത? കണ്ടോ, മിനുസമില്ലാത്ത പ്രതലമാണ് അതല്ലേ? മിനുസമില്ലാത്ത പ്രതലമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. കണ്ടല്ലോ, കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞ ഒരു പ്രതലം. അപ്പോൾ ഇവിടെ മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ അത് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നത്? അത് മിനുസമുള്ള ഒരു പ്രതലത്തിലാണെങ്കിൽ അത് ഡയറക്റ്റ് അതിൻ്റെ ആ ഒരു ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ക്രമമായിട്ടല്ല, മിനുസമല്ലാത്തൊരു പ്രതലമാണ്. ഇവിടെ കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞ പ്രതലമായതുകൊണ്ടാണ് ഈ രീതിയിൽ പോകുന്നത്. പക്ഷെ മിനുസമായ പ്രതലത്തിലായിരുന്നപ്പോൾ എങ്ങനെയാണ്? കറക്റ്റായിട്ട് വന്ന് വീഴുകയും അത് കറക്റ്റായി റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? കണ്ടില്ലേ? പക്ഷേ ഈ ഒരു മിനുസമല്ലാത്ത പ്രതലത്തിൽ വന്ന് പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായിട്ടാണ് പ്രതിപതനം സംഭവിക്കുന്നത്. ക്രമരഹിതമായിട്ടാണ്. അപ്പം ഇതിനെയാണ് എന്ത് പറയുന്നത്? വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് പ്രകാശവും കാഴ്ചയും എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നു. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്? ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതെ, ഈ ഒരു പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? പ്രകാശം ഈ ഒരു പതയിൽ ഇവിടെ വന്ന് വീഴുമ്പോൾ അല്ലേ, പ്രകാശം വന്ന് വീഴുകയാണ്. അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണുകളിലേക്കാണ് വരുന്നത്. അങ്ങനെയാണ് കാഴ്ച എന്ന അനുഭവം നമുക്ക് സാധ്യമാവുന്നത്. അതായത് വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപദിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. അങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത്. ഇനി സമതല ദർപ്പണമാണെങ്കിൽ ഉപരിതലം സമതലമായിട്ടുള്ള ഉപരിതലം അല്ലെ സർഫസ് സമതലമായിട്ടുള്ള ദർപ്പണങ്ങളെയാണ് എന്ത് പറയുന്നത്? പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. സമതല ദർപ്പണം എന്ന് പറയുന്നത് ഉപരിതലം സമതലമായിട്ടുള്ളതിന്. ഇനി ആ ഒരു മിററിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
പ്രകാശം പതിക്കുമ്പോൾ വിവിധ ദിശകളിൽ നിന്ന് ദർപ്പണത്തിലേക്ക് പ്രകാശം പതിപ്പിച്ച് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ കുട്ടികളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ റിസൾട്ട് ആയിട്ട് അവർ കാണുന്നതാണ് ദർപ്പണത്തിൽ വന്ന് പതിക്കുന്ന രേഖയുണ്ടല്ലോ, പതിക്കുന്ന രശ്മി. ഈ ഒരു ദർപ്പണത്തിൽ വന്ന് പതിക്കുന്ന രശ്മി അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതന കിരണം എന്ന് പറയുന്നത്. ഓക്കെ, ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതന കിരണം എന്നും, അതുപോലെ ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ പ്രതിപതന കിരണം അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ എന്നും പറയും. കണ്ടോ, ഇതൊരു സമതല ദർപ്പണമാണ്. ഈ ഒരു സമതല ദർപ്പണത്തിൽ ഒരു പതന കിരണം, ഒരു ഇൻസിഡന്റ് റേ വരികയാണ്. ഇൻസിഡന്റ് റേ വന്ന് ഹിറ്റ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ചു പോകുന്ന അതിനെ എന്ത് പറയും? പ്രതിപതന കിരണം എന്ന് പറയും. ഇവിടുത്തെ ഒരു ആരോ മാർക്ക് നോക്കുക. വന്ന് പതിക്കുന്നത് പതന രശ്മിയും അതുപോലെ തിരിച്ചു പോകുന്നത് പ്രതിപതന രശ്മിയുമാണ്. ക്ലിയർ ആയല്ലോ? ഇനി ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ ഒരു രേഖ വരച്ചിരിക്കുന്നു. കണ്ടോ, ഒരു ഡോട്ടഡ് ലൈൻ ഇവിടെ വരച്ചിരിക്കുന്നുണ്ട്. ആ ഡോട്ടഡ് ലൈനെയാണ് എന്ത് പറയുന്നത്? ലംബം അല്ലെങ്കിൽ നോർമൽ എന്ന് പറയുന്നത്. അപ്പൊ പതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണിനെ നോക്കിക്കോളൂ, പതനകിരണം. ഇതാണ് പതനകിരണം, ഇതാണ് പതനകിരണം. ഇവിടെ ഈ ഡോട്ടഡ് ലൈനാണ് ലംബമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കോണുണ്ടല്ലോ, ഈ കോണിനെ എന്ത് പറയും? പതനകോൺ. പതനകിരണത്തിനും ലംബത്തിനും ഇടയ്ക്കുള്ള കോണിനെ പതനകോൺ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ പ്രതിപതന കിരണത്തിനും ലംബത്തിനും ഇടയ്ക്കുള്ള കോണിനെ എന്ത് പറയും? പ്രതിപതന കോൺ എന്നും പറയും. ക്ലിയർ ആയല്ലോ? പതന കോൺ എന്താണ്, പ്രതിപതന കോൺ എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കോണുകളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പതന കോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. പതന കോൺ, പ്രതിപതന കോൺ എന്നിവയുടെ അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും. I = R, ഇൻസിഡന്റ് റേ ഇൻസിഡന്റ് റേയുടെ ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. അത് കുട്ടികൾക്ക് ഒരുപാട് ആംഗിൾ കൊടുത്തിട്ട് അതിന്റെ പതന കോൺ കൊടുത്തിട്ട് അതിന് പ്രതിപതന കോൺ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനലി അവർ എന്ത് കൺക്ലൂഷനിലേക്ക് എത്തും? പതന കോണും പ്രതിപതന കോണും രണ്ടിൻ്റെയും അളവ് എപ്പോഴും തുല്യമായിരിക്കുമെന്ന്. ഓക്കെ, ഇനി കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഹെഡ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമ്മുടെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായിട്ടും നമ്മുടെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായിട്ടാണ് നമുക്ക് തോന്നുക, അല്ലേ? കണ്ണാടിയിൽ നോക്കി നമ്മൾ കൈ ഉയർത്തുകയാണ്, ഇടത് കൈ ഉയർത്തുകയാണെങ്കിൽ കണ്ണാടിയിൽ അത് വലത് കൈയായിട്ടും, നമ്മൾ വലത് കൈയാണ് ഉയർത്തുന്നതെങ്കിൽ കണ്ണാടിയിൽ അത് ഇടത് കൈയായിട്ടുമാണ് കാണുന്നത്, അല്ലേ? അപ്പൊ ഇപ്രകാരം പ്രതിബിംബങ്ങൾ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയും. ഓക്കെ, ലാറ്ററൽ ഇൻവേർഷൻ. ക്ലിയർ ആയല്ലോ ലാറ്ററൽ ഇൻവേർഷൻ എന്താന്നുള്ളത്? അപ്പോൾ ഈ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ കണ്ടോ, ഈ ആംബുലൻസ് എന്നത് തല തിരിച്ചായിരിക്കും എഴുതുന്നത്. കണ്ടോ, മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ അവരുടെ റിയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ ആംബുലൻസ് എന്ന് വായിക്കുന്നത്. അപ്പോൾ ആ റിയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോൾ ഈ ഒരു ആംബുലൻസ് എന്നുള്ളത് എന്തായും കറക്റ്റായിട്ട് കാണും. നമ്മൾ ആക്ച്വലി നോക്കുമ്പോൾ എങ്ങനെയാണ്? ആംബുലൻസ് എന്നിങ്ങനെ തല തിരിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, അത് ആ ഒരു റിയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് കാണും? കറക്റ്റായിട്ട് ആംബുലൻസ് എന്ന് വായിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത് കേട്ടോ. മനസ്സിലായല്ലോ ഈ ഭാഗം? ഇനി അടുത്തത് ആറന്മുള കണ്ണാടിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലോഹക്കൂട്ടുകളാണ്, പ്രത്യേക തരം ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആറന്മുള കണ്ണാടി. സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം നമുക്ക് ആറന്മുള കണ്ണാടിയിൽ ലഭിക്കും. GI ടാഗ് കിട്ടിയ ഉൽപ്പന്നമാണ് ഈ ആറന്മുള കണ്ണാടി. അപ്പോൾ പ്രത്യേക തരം ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആറന്മുള കണ്ണാടി. സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായിട്ടുള്ള ഇമേജ് നമുക്ക് ഇതിൽ കിട്ടുന്നുള്ളതാണ്. ഇനി സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ നമുക്ക് എങ്ങനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം? വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും ഉണ്ടാവുന്നത്. സമതല ദർപ്പണമാണ്, നമ്മൾ മുഖം നോക്കുന്ന ദർപ്പണമാണെന്നുണ്ടെങ്കിൽ വസ്തുവിന്റെ അതേ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇപ്പൊ നമ്മൾ കണ്ണാടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും ആ ഒരു കണ്ണാടിയും ദർപ്പണവും തമ്മിലുള്ള ദൂരം തന്നെയായിരിക്കും ദർപ്പണവും ആ ഒരു പ്രതിബിംബവും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന് ഉണ്ടാവുന്നത്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. പിന്നെ പാർശ്വിക വിപര്യം എന്താണെന്നുള്ള മനസ്സിലായല്ലോ? നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ വലത് കൈ പൊന്തിക്കുന്നു, അപ്പോൾ കണ്ണാടിയിൽ നമ്മൾ ഇടത് കൈ പൊന്തിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മൾ കണ്ണാടിയിൽ നോക്കി ഇടത് കൈയാണ് പൊന്തിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജിൽ വലത് കൈ പൊന്തിച്ചതായിട്ടായിരിക്കും കാണുന്നത്. ഈ ഒരു സംഭവത്തിനെയാണ് എന്ത് പറയുന്നത്?
ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. ആംബുലൻസിന്റെ കേസൊക്കെ ഓർത്ത് വെച്ചേക്കുക, എക്സാമ്പിൾ പറഞ്ഞത്. പ്രതിബിംബം പലതരം എന്ന് പറഞ്ഞ ഹെഡിങ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂൺ എടുത്ത് നോക്കുക. സ്പൂണിന്റെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്ത് നമ്മുടെ മുഖം നോക്കുക. അതുപോലെ സ്പൂണ് തിരിച്ചു പിടിച്ചിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ നമ്മുടെ മുഖം നോക്കുക. ഒരു വ്യത്യാസം നമുക്ക് അവിടെ അനുഭവപ്പെടും അല്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സ്. 3 തരത്തിലുള്ള ദർപ്പണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് പറയുന്നത്. സമതല ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം. ഓക്കെ, ഇനി ഗോളീയ ദർപ്പണം എന്താന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ ചിത്രത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ഇത് കണ്ടോ, ഗോളത്തിന്റെ ഭാഗമായിട്ടുള്ള ദർപ്പണങ്ങൾ, അതിനെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ഇതൊരു ഗോളമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഇത്രയും ഭാഗം നമ്മൾ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഗോളത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള ദർപ്പണമാണ് ഇതെന്ന് നമുക്ക് പരിഗണിക്കാം. അപ്പൊ ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. കോണീയ ദർപ്പണങ്ങൾ. ഓക്കെ, ഇനി ആർക്കിമിഡീസിനെ കുറിച്ചുകൂടെ പറയുന്നത് എന്താണ്? പുരാതന ഗ്രീസിലെ മഹാന്മാരായ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ആർക്കിമിഡീസ്. അദ്ദേഹത്തിന്റെ ജീവിതകാലം BC 287 മുതൽ 212 വരെ ആയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഗണിതശാസ്ത്രത്തിന് പുറമെ ഊർജ്ജതന്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുമൊക്കെ അതുല്യമായ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. BC 214 മുതൽ 212 ആ ഒരു കാലത്ത് റോമൻ സൈന്യം തന്റെ പട്ടണമായിട്ടുള്ള സിറാക്കൂസിനെ ആക്രമിച്ചപ്പോൾ ആർക്കിമിഡീസ് വലിയ ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മികളെ കേന്ദ്രീകരിച്ച് ശത്രുക്കളുടെ കപ്പലുകൾ കരിച്ചു കളഞ്ഞു അത്രേ. അതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിട്ടൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണ്? വലിയൊരു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശത്രുക്കളുടെ കപ്പൽ കരിച്ചു കളഞ്ഞു എന്നുള്ള ഒരു കാര്യം. ഇനി നമുക്ക് റിയൽ ഇമേജ് എന്താണ്, വെർച്വൽ ഇമേജ് എന്താണെന്ന് നോക്കാം. അതായത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ, സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന ഇമേജസിനെയാണ് നമ്മൾ റിയൽ ഇമേജസ് അല്ലെങ്കിൽ പ്രതിബിംബം, യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത്. ഇനി ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും എന്നാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പ്രതിബിംബങ്ങളുണ്ട്. അതിനെയാണ് മിഥ്യാപ്രതിബിംബം അല്ലെങ്കിൽ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ നോക്കാം. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബം അല്ലെങ്കിൽ റിയൽ ഇമേജ് എന്ന് പറയും. ഇനി ദർപ്പണത്തിനുള്ളിൽ നമുക്ക് കാണുന്നതും എന്നാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്തതുമായ പ്രതിബിംബമുണ്ട്, അതാണ് മിഥ്യാപ്രതിബിംബം. ഇനി കോൺകേവ് ദർപ്പണമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് നമുക്ക് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ദർപ്പണങ്ങളുടെ കൗതുക ലോകം എന്നൊക്കെ പറഞ്ഞിവിടെ ഒരുപാട് തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ചെറിയ ക്ലാസ്സുകളിലൊക്കെ. കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും ഒക്കെ. കാലിഡോസ്കോപ്പ് എന്താണ്? ചതുരാകൃതിയിലുള്ളതും തുല്യ വലിപ്പത്തിലുള്ളതുമായിട്ടുള്ള 3 സമതല ദർപ്പണങ്ങൾ ചിത്രത്തിലേതുപോലെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ക്രമീകരിക്കുക. എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ കുറച്ച് വളപ്പൊട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുന്നിക്കുരുവോ അല്ലെങ്കിൽ വർണ്ണ കടലാസോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് കുലുക്കുക അല്ലെ. കുലുക്കി കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു ഹോളിലൂടെ നോക്കുമ്പോൾ നമുക്ക് പല ഡിസൈനായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. നമുക്കൊരു മടുപ്പ് തോന്നില്ല. ഒരു 5-6 വളപ്പൊട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വർണ്ണക്കടലാസുകളോ ഒക്കെ ഇട്ടാൽ നമുക്കത് ഒരുപാട് ഡിസൈൻസ് ആയിട്ട് ഓരോ തവണ കുലുക്കുമ്പോഴും കാണാനായിട്ട് സാധിക്കും അല്ലേ. ഭയങ്കര നൊസ്റ്റാൾജി വരുന്നുണ്ടോ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ? ഇനി അടുത്തത് പെരിസ്കോപ്പ് എന്താണ്? ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഒരു തരത്തിലുള്ള ദർപ്പണങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. പെരിസ്കോപ്പ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിർമ്മിച്ച ഉപകരണങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ജലത്തിന്റെ അടിയിലേക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റിലുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ, അപ്പൊ ആ ഒരു ജല ഉപരിതലത്തിൽ നിന്നുകൊണ്ട് തന്നെ ജലത്തിന്റെ അടിയിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമുക്ക് ഈ ഒരു പെരിസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇതിൽ കണ്ടു ഇവിടെ 2 മിറേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, 2 മിറേഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മുകളിൽ തട്ടിയിരിക്കുന്ന ഈ ഒരു ഗ്ലാസ്സിലെ ഇമേജ് നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ജല ഉപരിതലത്തിൽ നിന്നിട്ട് നോക്കുന്ന ഒരാൾക്ക് അതിൻ്റെ അടിഭാഗത്ത് ഇവിടെ എന്താ ഉള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, അതാണ് പെരിസ്കോപ്പ്. ഇനി അടുത്ത ഭാഗം ദർപ്പണം, ഉപയോഗം, പ്രത്യേകത. കോൺവെക്സ് ദർപ്പണമാണ് എന്ത് ചെയ്യുന്നത്?
ഈ വാഹനങ്ങളിലൊക്കെ ഡ്രൈവർമാർ പിന്നിൽ വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം, അതായത് റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണമാണ്. അതായത് വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമാണ് ലഭിക്കുന്നത്. കൂടുതൽ വൈഡ് ആയിട്ടുള്ള ഏരിയ ദൃശ്യമാണ് റിയർ വ്യൂ മിററിലൂടെ ഡ്രൈവേഴ്സിന് വിസിബിൾ ആവുന്നത് അല്ലേ. അപ്പോൾ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമാണ് ലഭിക്കുന്നത്. അതുപോലെ കൂടുതൽ വിസ്തൃതി ദൃശ്യമാവുകയും ചെയ്യുന്നുണ്ട്. കോൺവെക്സ് ദർപ്പണമാണ് റിയർ വ്യൂ മിറർ. ഇനി കോൺകേവ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണമാണ് ഷേവിംഗ് മിററായിട്ടും അതുപോലെ ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് കോൺകേവ് ദർപ്പണമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിപ്പിക്കാനുള്ള കഴിവും ഉണ്ട്. പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിപ്പിക്കാനുള്ള കഴിവും കോൺകേവ് ദർപ്പണത്തിനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഷേവിംഗ് മിററായിട്ടും ടോർച്ചിലെ റിഫ്ലക്ടറായിട്ടും ഒക്കെ കോൺകേവ് ദർപ്പണത്തെ യൂസ് ചെയ്യുന്നത്. ഇനി സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖം നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ ഈ സമതല ദർപ്പണമാണ്. എന്താണ്? വസ്തുവിന് സമാനമായിട്ടുള്ള പ്രതിബിംബമാണ് നമുക്ക് വിസിബിൾ ആവുന്നത് അല്ലേ. അതേ വലിപ്പത്തിലുള്ള പ്രതിബിംബം തന്നെയായിരിക്കും. അതുപോലെ ആവർത്തന പ്രതിപതനം കാരണമാണ് ഇങ്ങനൊരു ഇമേജ് അവിടെ ഫോം ചെയ്യുന്നത്. 3 കാര്യങ്ങളാണ് പഠിച്ചത്. കോൺവെക്സ് ദർപ്പണം, അതിൻ്റെ ഉപയോഗം എന്താണ്, റിയർ വ്യൂ മിറർ എല്ലാം കോൺവെക്സ് മിറർ ആണ് അല്ലേ, കോൺവെക്സ് ദർപ്പണമാണ്. അപ്പോൾ അത് നമുക്ക് PYQ ആണ് കേട്ടോ. റിയർ വ്യൂ മിറർ ഇപ്പോഴൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, കുറച്ച് നാൾ മുന്നേ ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസ് LGSനും LDCക്കും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. റിയർ വ്യൂ മിറർ കോൺവെക്സ് ദർപ്പണമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഷേവിംഗ് മിറർ, ടോർച്ചിലെ റിഫ്ലക്ടറുകൾ, കോൺകേവ് ദർപ്പണം, മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന മിററും അതുപോലെ കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്ന മിററും ഒക്കെ സമതല ദർപ്പണമാണ്. ഇനി പ്രത്യക്ഷപ്പെടുന്ന നാണയം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെന്താണ്? അപവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിന്റെ ഈ ഒരു പ്രതിഭാസത്തെയാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിനുള്ളിൽ വെള്ളമുള്ളൊരു ഗ്ലാസ്സിൽ നമ്മളൊരു പെൻസിൽ വെച്ചാൽ ആ പെൻസിൽ ഒന്ന് ബെൻഡ് ആയതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഇമേജിൽ കണ്ടല്ലോ. ഇതെന്തുകൊണ്ടാണ്? ഇത് പ്രകാശത്തിന്റെ അപവർത്തനം കൊണ്ടാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. അപവർത്തനം. അപ്പോൾ അപവർത്തനം കാരണമാണ് വെള്ളമുള്ള ഗ്ലാസ്സിൽ വെച്ച പെൻസിൽ മുറിഞ്ഞതുപോലെ കാണപ്പെടുന്നതൊക്കെ. ഓക്കെ, ഇനി അടുത്തത് ലെൻസ്. ഇപ്പം നമ്മൾ മിററിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഇനി ലെൻസിനെ കുറിച്ചാണ് നോക്കുന്നത്. ലെൻസ് മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. പ്രത്യേകം ഓർക്കണം, ഇത് ലെൻസാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മിററിനെ കുറിച്ചാണ്. ഇനി കോൺവെക്സ് ലെൻസ് എന്താണ്, കോൺകേവ് ലെൻസ് എന്താന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ്. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അതുപോലെ മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയവയെ കോൺകേവ് ലെൻസ് എന്നും പറയുന്നുണ്ട്. കണ്ടോ, കോൺവെക്സ് ലെൻസ് തന്നിട്ടുണ്ട്, കോൺകേവ് ലെൻസും തന്നിട്ടുണ്ട്. കോൺവെക്സ്, കോൺകേവ്. അപ്പൊ കോൺവെക്സ് എന്തായിരുന്നു? മധ്യത്തിൽ കനം കൂടിയതും അതുപോലെ വക്കുകൾ കനം കുറഞ്ഞതുമായിട്ടുള്ള ലെൻസാണ് കോൺവെക്സ്. ഇതാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഒന്ന് നോക്കുക. ഇവിടെ എന്താണ്? മധ്യത്തിൽ കനം കൂടിയതാണ്. മധ്യത്തിൽ കനം കൂടിയതാണ്. അതുപോലെ വക്കുകൾക്ക് കനം കുറഞ്ഞതുമായിട്ടുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഇനി കോൺകേവ് ലെൻസ് എങ്ങനെയാണ്? കോൺകേവ് മധ്യത്തിൽ കനം കുറഞ്ഞതാണ്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് എന്താണ്? കനം കുറവല്ലേ? ഈ ഒരു ഭാഗത്ത് കനം കുറവാണ്. എന്നിട്ടോ വക്കുകൾക്ക് കനം കൂടിയും ഇരിക്കുകയാണ്. വക്കുകൾക്ക് കനം കൂടിയും ഇരിക്കുന്ന ലെൻസാണ് എന്തെന്ന് പറയുന്നത്? കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസ് ആണെങ്കിലോ ഇതിന്റെ മധ്യഭാഗത്താണ് എന്ത്? കനം കൂടിയത്. വക്കുകളിലേക്ക് വരുമ്പോൾ അവിടെ എന്തായിരിക്കും? കനം കുറഞ്ഞതുമായിട്ടുള്ള ലെൻസാണ്. അപ്പൊ കോൺവെക്സ് ലെൻസ് നമ്മൾ കണ്ടു, കോൺകേവ് ലെൻസ് നമ്മൾ കണ്ടു. ഓക്കെ, ലെൻസ് ഉപയോഗിച്ച് കുറേ എക്സ്പെരിമെന്റ്സ് ഒക്കെ കുട്ടികളോട് ചെയ്യാനായിട്ട് പറയുകയാണ് കേട്ടോ. കണ്ടോ, ഈ എക്സ്പെരിമെന്റ്സ് കുട്ടികളോട് പറയുകയാണ്. അപ്പോൾ പ്രകാശപാതയ്ക്ക് എന്ത് തരത്തിലുള്ള വ്യതിയാനമാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ നിങ്ങൾ? ഇതാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, കോൺവെക്സ് ലെൻസ് എന്താ ചെയ്യുന്നത്? അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. കണ്ടല്ലോ,
ഇനി കോൺകേവ് ലെൻസ് എന്താണ് ചെയ്യുന്നത്? ചിത്രത്തിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുകയാണ് ചെയ്യുന്നത്. കോൺവെക്സ് ആണെങ്കിൽ പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുകയും കോൺകേവ് ലെൻസ് ആണെങ്കിൽ പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു ഇമേജിലൂടെ അത് വ്യക്തമാണല്ലോ. ആദ്യത്തേത് കോൺവെക്സ് ആണ്, പ്രകാശരശ്മികളെ തമ്മിൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് കോൺകേവ് ആണ്, പ്രകാശരശ്മികളെ തമ്മിൽ അകറ്റുകയാണ് ചെയ്യുന്നത്. രണ്ടും രണ്ട് വഴിക്ക് പോയി അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ലെൻസുകളുടെ ഉപയോഗങ്ങൾ. ലെൻസുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഹാൻഡ് ലെൻസ് തന്നിട്ടുണ്ട്. സൂം ചെയ്ത് കാണുന്ന രീതിയിൽ ഒരു ഹാൻഡ് ലെൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കാം ലെൻസുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. കാഴ്ച വൈഷമ്യങ്ങൾ പരിഹരിക്കാൻ നാം പലതരം കണ്ണടകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ കണ്ണടകളിലൊക്കെ എന്താണ്, ലെൻസുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ കണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒഫ്താൽമോളജിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വേണ്ടുന്ന ലെൻസുകൾ സജസ്റ്റ് ചെയ്ത് തരും അല്ലേ. അപ്പോൾ ലെൻസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ണടകളിൽ യൂസ് ചെയ്യുന്നത്. ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായിട്ട് കാണാൻ വേണ്ടി നമ്മൾ ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാറുണ്ട്. ഹാൻഡ് ലെൻസ് അതാണ് ചിത്രത്തിൽ കാണുന്നത്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഹാൻഡ് ലെൻസ് എന്താണ്, ഒരു കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ ഇങ്ങനത്തെ ഉപകരണങ്ങളിലൊക്കെ കോൺവെക്സ് ലെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ കാഴ്ച വൈഷമ്യങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ലെൻസ് യൂസ് ചെയ്യാറുണ്ട്. ഡോക്ടേഴ്സിന്റെ സജഷൻ അനുസരിച്ച് നമ്മൾ ലെൻസ് യൂസ് ചെയ്യും. ഓക്കെ. മഴവിൽ അഴക് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇവിടെ പഠിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സൂര്യൻ്റേത് ധവള പ്രകാശമാണ്. സൂര്യൻ്റേത് ധവള പ്രകാശമാണ്. ധവള പ്രകാശത്തിൽ 7 വർണ്ണങ്ങളാണ് ഉള്ളത് അല്ലെ. 7 വർണ്ണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാറുണ്ടല്ലോ. ധവള പ്രകാശത്തിലെ 7 വർണ്ണങ്ങൾ കോഡ് ഉപയോഗിച്ച് പഠിക്കാറുണ്ട്. എന്താണ് ആ കോഡ്? വിബ്ജിയോർ അല്ലെ. വിബ്ജിയോർ എന്ന കോഡ് ഉപയോഗിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതിൽ ആ വയലറ്റിന്റെ പൊസിഷൻ എവിടെയാണ് നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് അറിയാമോ വയലറ്റിന്റെ പൊസിഷൻ എവിടെയാന്ന്? താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ പറയുന്നത് കേട്ടോ, വിബ്ജിയോർ എന്നുള്ളത്. ഓക്കെ, വിബ്ജിയോർ എന്നത് താഴെ നിന്ന് മുകളിലേക്കാണ് പറയുന്നത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാം. സൂര്യൻ്റെത് എന്താണ്? ധവള പ്രകാശമാണ്. ഈ ധവള പ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവയാണ് ഈ വർണ്ണങ്ങൾ. പ്രകാശം പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ അത് ഘടകവർണ്ണങ്ങളായി മാറുന്നു. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെ എന്ത് പറയും? പ്രകീർണനം. പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്നാണ് പറയുന്നത്. ഡിസ്പേർഷൻ. ഓക്കെ, പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ധവള പ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെയാണ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം എന്ന് പറയുന്നത്. ധവള പ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്കും വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ ഒരു പ്രകീർണനം ഉണ്ടാവുന്നത്. അപ്പോൾ അന്തരീക്ഷ വായുവിലെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ജലകണികകൾ മോയ്സ്ചറിനുള്ളിൽ കൂടിയിട്ട് സൂര്യപ്രകാശം കടന്നു പോകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? മഴവില്ലുണ്ടാവുന്നത് അല്ലേ. മഴവില്ല്. ഡിസ്ക് എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഈ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു മിനി മോട്ടറോ ഒക്കെ കൊടുത്ത് കണക്ട് ചെയ്തിട്ട് അത് സ്പീഡിൽ കറക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്ക് വൈറ്റ് കളറായിട്ട് കാണാം അല്ലേ. അത്രേ ഉള്ളൂ. അതാണ് ന്യൂട്ടൺസ് ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശാസ്ത്ര ക്ലബ്ബിൽ അവതരിപ്പിക്കാനൊക്കെ കുട്ടികളോട് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് 7th സ്റ്റാൻഡേർഡിലെ ന്യൂ SCERTയിൽ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ ഉണ്ട്. ചെറിയൊരു ലെസണാണ്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് നോക്കിയിട്ട് വരാം. പ്രകാശം പ്രതിപദിക്കുമ്പോൾ ന്യൂ SCERT ലെസണാണ് സ്റ്റാൻഡേർഡ് 7th. ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു ചാപ്റ്ററിന്റെ അതേ കണ്ടന്റ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും വരുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കള്, പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കള്, പ്രകാശം ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കള്. അപ്പോൾ സുതാര്യ വസ്തു, അധാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു എന്തൊക്കെയാണ്? പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ.
ഇനി പ്രകാശം ഭാഗികമായിട്ട് പാർഷ്യലായിട്ട് മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെ അർദ്ധതാര്യ വസ്തുക്കൾ എന്ന് പറയാം. ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ, പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ്. ഇനി പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളുണ്ട്, അവയെ നമുക്ക് അതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കുറെ സാധനങ്ങൾ കൊടുത്തിട്ട് കുട്ടികളെ അത് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട്. സുതാര്യ വസ്തുക്കൾ, അർദ്ധതാര്യ വസ്തുക്കൾ, അതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സുതാര്യ വസ്തുവിനെ അതാര്യമാക്കുന്നത് എങ്ങനെ എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്, പെയിന്റ് ഒക്കെ അടിച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അതിൽ കരി പിടിപ്പിച്ചിട്ട് അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് സുതാര്യ വസ്തുവിനെ അതാര്യ വസ്തുവാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കുട്ടികൾക്ക് ഓരോ എക്സ്പെരിമെന്റിലൂടെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളും തന്നിട്ടുണ്ട്. സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കാൻ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, അർദ്ധധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, അധാര്യ വസ്തു ഉപയോഗിക്കുന്നത് കുട്ടികളോട് പറഞ്ഞിരിക്കാൻ നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. എന്താണ്, അദൃശ്യനായ മനുഷ്യൻ അല്ലെങ്കിൽ ദ ഇൻവിസിബിൾ മാൻ. ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിന്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് ഗ്രിഫിന്റെ ശരീരം സുതാര്യമായി മാറുന്നു. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു നോവലിൽ പ്രതിപാദിക്കുന്നത്. കേട്ടോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ നോവലാണ്. എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. അദൃശ്യനായ മനുഷ്യൻ അല്ലെങ്കിൽ ദ ഇൻവിസിബിൾ മാൻ എന്നാണ് നോവലിന്റെ പേര്. ഇനി നമുക്കിവിടെ പ്രകാശത്തിന്റെ പ്രതിപതനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ എക്സ്പെരിമെന്റ് ഒക്കെ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കേട്ടോ. മനസ്സിലായി കാണുമല്ലോ പ്രതിപതനം എന്താന്ന്. പ്രകാശം ഒരു വസ്തുവിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിന്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഈ ഒരു ലെസണിൽ നമ്മൾ നോക്കിയിരുന്നല്ലേ, മുഖം നോക്കുന്ന ദർപ്പണം. അതിലെങ്ങനെയാണ് പ്രകാശം വന്നിട്ട് ക്രമമായി റിഫ്ലക്ട് ചെയ്തു പോവുകയാണ്. എന്നാൽ ഒരു പരിപരുത്ത പ്രതലത്തിലാണ് പ്രകാശം വന്ന് തട്ടുന്നതെങ്കിൽ അവിടെ ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ക്രമ പ്രതിപതനവും വിസരിത പ്രതിപതനവും ആ രണ്ട് കാര്യങ്ങൾ വരുന്നത്. അതായത് മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായിട്ടാണ് പ്രതിപതിച്ചു പോകുന്നത്, ക്രമമായിട്ടാണ് റിഫ്ലക്ട് ചെയ്തു പോകുന്നത്. അപ്പൊ അതിനെ നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമ പ്രതിപതനം എന്ന് പറയും. പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. അപ്പൊ റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്ന ഒരു പ്രതലമാണ് എന്ത്, ദർപ്പണം എന്ന് പറയുന്നത്. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്ക് ചിതറിത്തെറിച്ചു പോകും. അതിനെയാണ് വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് പതന കോണും പ്രതിപതന കോണുമാണ്. അപ്പൊ ഒന്നുകൂടി ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് റിവിഷനായിട്ട് മാറും. ഓക്കെ, ഈ രണ്ട് ചാപ്റ്റർ ഒന്നിച്ചെടുത്ത് അതുകൊണ്ടാണ് സെയിം കണ്ടന്റ് ആണ് ഈ രണ്ട് ലെസണിലും വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നോക്കാം നമുക്ക്. ദർപ്പണങ്ങളിൽ പതിക്കുന്ന പ്രകാശരശ്മി, അതാണ് എന്ത്, പതനരശ്മി. ഓക്കെ, ദർപ്പണത്തിൽ പതിക്കുന്നത് അല്ലെ. ഇവിടെ വന്ന് പതിക്കുന്ന രശ്മി ഏതാണ്, ഈ ഒരു പതനരശ്മി. ഇവിടെ ഒരു പ്രകാശം പതിക്കുന്ന രശ്മിയാണ് പതനരശ്മി. ഇനി അത് കഴിഞ്ഞ് പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതന ബിന്ദു. ഓക്കെ, ഈ പതനരശ്മി ഇവിടെ വന്ന് പതിക്കുന്ന ബിന്ദുവാണ് എന്ത്, പതന ബിന്ദു എന്ന് പറയുന്നത്. ഇനി പതന ബിന്ദുവില് ദർപ്പണത്തിന് ലംബമായി വരച്ചിരിക്കുന്ന ഈ ഡോട്ടഡ് ആയിട്ടുള്ള ലൈനെയാണ് എന്ത് പറയുന്നത്, ലംബം അല്ലെങ്കിൽ നോർമൽ എന്ന് പറയുന്നത്. ഇനി പ്രകാശ ബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മി ഉണ്ടല്ലോ, പ്രതിപതിച്ചു വരുന്ന രശ്മി, അതിനെയാണ് എന്ത് പറയുന്നത്, പ്രതിപതന രശ്മി എന്ന് പറയുന്നത്. പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റർ റേ എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജ് നോക്കി വെച്ചേക്കാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പതന രശ്മിയുണ്ട്, ലംബമുണ്ട്, പ്രതിപതന രശ്മിയുണ്ട്. ഇനി പതന കോൺ എന്താണ്, പതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള ഈ ഒരു കോണാണ് എന്ത്, പതന കോൺ. ഓക്കെ, പതന കോൺ കണ്ടല്ലോ. പതന രശ്മിക്കും ലംബത്തിനും ഇടയ്ക്കുള്ള കോണാണ് പതന കോൺ എന്ന് പറയുന്നത്. ഇനി പ്രതിപതന കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. നമുക്ക് ഈ രണ്ട് കോണും എന്താണ്, ഈക്വൽ ആണ്. പതന കോണും പ്രതിപതന കോണും ഈക്വൽ ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന പോയിന്റ് ആണ്.
ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രതിപതന നിയമവുമായി ബന്ധപ്പെട്ടിട്ട് പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പ്രതിപതന നിയമങ്ങളിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അതുപോലെ പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. ഇനി നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ എങ്ങനെയാണ് പ്രകാശവും കാഴ്ചയും എങ്ങനെയാണ് നമ്മൾ ഈ വസ്തുവിനെ കാണുന്നത്? ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശം വസ്തുവിൽ പോയി തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരികയാണ്. കണ്ടു, ഇവിടെ ബൾബിൽ നിന്ന് വരുന്ന പ്രകാശം ഇവിടെ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്, ആ പുസ്തകത്തിൽ വന്ന് തട്ടി ഇവിടെ നോക്കുന്ന ഒരാളിലേക്ക് എത്തുകയാണ് അല്ലേ. അപ്പൊ അങ്ങനെ പതനരശ്മിയുണ്ട്, ഇവിടെ ഒരു പതനരശ്മിയുണ്ട്, അത് പ്രതിപതിച്ച് പോകുന്നുമുണ്ട്. കണ്ടല്ലോ, കാഴ്ച സാധ്യമാകുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ബൾബിൽ നിന്നുള്ള പ്രകാശം പുസ്തകത്തിൽ തട്ടി പ്രതിപതിച്ച് കണ്ണിലെത്തുമ്പോഴാണ് നാം ആ പുസ്തകത്തെ കാണുന്നത്. അപ്പൊ നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. ഇപ്പൊ സൂര്യനെ നമ്മൾ കാണാണ്, സൂര്യനെ നമ്മൾ നോക്കുമ്പോൾ സൂര്യനിൽ നിന്നുള്ള കിരണങ്ങൾ, ആ ഒരു പ്രകാശ കിരണം നമ്മുടെ കണ്ണിലേക്ക് എത്തുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നേരിട്ട് കാണാനായിട്ട് പറ്റും. പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. സമതല ദർപ്പണവും പ്രതിബിംബവും, അതായത് നമ്മൾ കണ്ണാടിയിൽ നോക്കും, മുഖം നോക്കുന്ന കണ്ണാടി അല്ലെങ്കിൽ ദർപ്പണം എന്ന് പറയുന്നത് ഒരു സമതല ദർപ്പണമാണ്. നമ്മളുടെ ഒരു ഇമേജ് എങ്ങനെയാണ് അവിടെ ഫോം ചെയ്യുന്നതെന്നാണ് ഈ ഒരു ഇമേജ്, ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം നമ്മളുടെ മുഖത്തേക്ക് എത്തുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോഴും എന്താണ്, ആ ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോയിട്ട് ദർപ്പണത്തിൽ തട്ടുന്നുണ്ട്. ദർപ്പണത്തിൽ നിന്ന് തട്ടിയിട്ട് അത് തിരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ കണ്ണിലേക്ക് വരികയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇമേജ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി സൂര്യനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അതാണ് ഓൾറെഡി പറഞ്ഞത്. സൂര്യനിൽ നിന്നുള്ള രശ്മികൾ നമ്മുടെ കണ്ണിലേക്ക് പതിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പ്രകാശ സ്രോതസ്സിനെ കാണാനായിട്ട് സാധിക്കും. ഇനി പ്രകാശ സ്രോതസ്സിൽ നിന്ന് ഒരു വസ്തുവിലേക്കാണ് ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിൽ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ഇമേജ് കാണുന്നത്. അപ്പൊ ഇവിടെ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഇവിടെ മുഖത്തേക്ക് വന്ന് വീഴുകയാണ്. അവിടെ നിന്ന് അത് ആ ഒരു ദർപ്പണത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു ഇമേജ് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നു. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ഒരു സമതല ദർപ്പണത്തിന്റെ മുന്നിൽ നിന്ന് ഇടത് കൈ ഉയർത്തി നോക്കുക. ഓർമ്മ വരുന്നുണ്ടോ നമ്മൾ എന്താണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നതെന്ന്? ഇടത് കൈ ഉയർത്തി നോക്കുമ്പോൾ പ്രതിബിംബത്തിന്റെ വലത് കൈ ഉയരുന്നതായിട്ട് നമുക്ക് തോന്നും. ലാറ്ററൽ ഇൻവേർഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പറഞ്ഞിരുന്നു, ആംബുലൻസിന്റെ കേസൊക്കെ പറഞ്ഞു. അപ്പൊ സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായിട്ടും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായിട്ടാണ് കാണുന്നത്. ഈ ഒരു പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം. അപ്പൊ കുട്ടികളോട് പറയാണ്, നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് വലത് കൈ ഉയർത്തി നോക്കൂ, പ്രതിബിംബത്തിന്റെ ഏത് കൈയാണ് ഉയരുന്നത്? ഇടത് കൈയാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ആവാനാണ് അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. പാർശ്വിക വിപര്യം എന്താണെന്ന് അറിയാം നമുക്ക്, ലാറ്ററൽ ഇൻവേർഷൻ. അതുപോലെ ആംബുലൻസിന്റെ കേസ് അല്ലെ, നമ്മൾ മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർക്ക് അദ്ദേഹത്തിന്റെ റിയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോൾ ആംബുലൻസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കും അല്ലെ. ആക്ച്വലി എഴുതുന്നത് എങ്ങനെയാ, ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെയാ, പക്ഷെ മിററിലൂടെ നോക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. പിന്നെ പ്രതിബിംബത്തിന്റെ വലുപ്പത്തെ കുറിച്ചാണ്, അതായത് സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം ഉണ്ടാവും അല്ലെ. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം ഉണ്ടാവും. സമതല ദർപ്പണമാണെങ്കിൽ അവിടെ പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. അതുപോലെ സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഈ വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും സമതല ദർപ്പണത്തിന്റെ കേസിൽ പ്രതിബിംബത്തിന്റെ വലിപ്പവും. രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ 3 റൂൾസ് നോക്കാം. സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളാണ് എന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ്? പാർശ്വിക വിപര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇമേജും ആ ഒരു ദർപ്പണവും തമ്മിലുള്ള അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. വസ്തുവും ആ ഒരു ദർപ്പണവും തമ്മിലുള്ള ഡിസ്റ്റൻസ്. പിന്നെ അതുപോലെ സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ അതേ വലിപ്പം തന്നെയായിരിക്കും ഇമേജിനും ഉണ്ടാകുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം.
ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ കണ്ടോ, ഇവിടെ 2 ഗ്ലാസ്. നമ്മളിപ്പോൾ ഈ സലൂണിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അവിടെ ഒരുപാട് ഗ്ലാസ്സുകൾ, നമ്മുടെ മുന്നിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരിക്കും, നമ്മുടെ ബാക്കിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ഇമേജസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അത് ആവർത്തന പ്രതിപതനം കാരണമാണ്. ഇതേ ആവർത്തന പ്രതിപതനം കാരണമാണ് നമുക്ക് അവിടെ ഒരുപാട് ഇമേജസ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ഇമേജസ് എത്രയാണെന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. കോണളവ് x ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് 360 ബൈ ആംഗിൾ -1, 360 ബൈ x -1 നമുക്ക് കോണളവ് തരികയാണ്. എന്നിട്ട് എത്ര പ്രതിബിംബങ്ങൾ ഈ ഒരു സമയത്ത് രൂപപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ കോണളവ് എന്ത് ചെയ്യണം? 360 ബൈ എക്സ്, 360 ബൈ എന്താണ് കോണളവ് -1. ഒന്നുകൂടെ എഴുതാം ഇക്വേഷൻ, 360 ബൈ x -1. അപ്പൊ ഈ x എന്ന് പറയുന്നത് ഇവിടുത്തെ കോണളവാണ്. ഇപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആണ് ആദ്യത്തെ കേസിൽ എക്സ് എങ്കിൽ നമുക്ക് അവിടെ ആൻസർ എങ്ങനെ കിട്ടും? 12 എന്ന് കിട്ടും അല്ലേ? 12 എന്ന് കിട്ടും. 12 -1 ആണ്, 12 -1. അപ്പൊ നമ്പർ ഓഫ് ഇമേജസ് എത്ര കിട്ടും? ആദ്യത്തെ കേസിൽ 11 കിട്ടും. 11 ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നമുക്ക് കോണളവ് 30 മാറ്റി അതിന് പകരം നമുക്കൊരു 60 കൊടുക്കാം. ഓക്കെ, അതിന് പകരം നമുക്ക് 60 കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും? 360 ബൈ 6 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും അല്ലേ? 6 -1 എന്ന് പറയുന്നത് 5 ആണ്. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 360 ബൈ 90 ചെയ്ത് നോക്കാം. 90 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 -1. 4 -1 എന്ന് പറയുന്നത് 3 ആയിരിക്കും. 3. ഇനി അടുത്തത് 120 ആണെങ്കിലോ 360 ബൈ 120 -1 ചെയ്യണം അല്ലേ? അപ്പൊ എത്ര കിട്ടും? 3 -1 = 2 എന്ന് കിട്ടും ആണല്ലോ. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി ഈ ഒരു ഭാഗത്ത് നിന്ന്? കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. കോണളവ് കൂടി വരുന്നതിനനുസരിച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണം കുറഞ്ഞാണ് വരുന്നത്. സ്കോപ്പിനെ കുറിച്ചും പെരിസ്കോപ്പിനെ കുറിച്ചുമാണ് നോക്കുന്നത്. കലൈഡോസ്കോപ്പും പെരിസ്കോപ്പും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ, ഇതിന്റെയൊക്കെ പ്രിപ്പറേഷൻസ്. അപ്പൊ അത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് ഈ ഭാഗത്തെ കുറിച്ച് പറയുന്നില്ല. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് തരുന്നത്. ഇനി ഇവിടെ കണ്ടോ, ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്കും യുദ്ധമുഖത്തെ ട്രെഞ്ചിനുള്ളിലിരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പെരിസ്കോപ്പ് കേട്ടോ, പെരിസ്കോപ്പ്. ഇനി ഇവിടെ കണ്ടോ, ഒരു മൂങ്ങ പറയാണ്, റോഡിലൂടെയുള്ള ഈ വലിയ വെളിച്ചം കാരണം രാത്രിയായിട്ടും എനിക്ക് കണ്ണ് കാണാൻ സാധിക്കുന്നില്ലല്ലോ, എങ്ങനെയാണൊന്ന് പുറത്തിറങ്ങുന്നത്? അപ്പോൾ അമിതമായിട്ടുള്ള പ്രകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകാശ മലിനീകരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇവിടെ വലിയ പോയിന്റ്സ് ഒന്നും ഇല്ല, എന്നാലൊന്ന് വായിക്കാം. ഇരുട്ടിനെ ഇല്ലാതാക്കും വിധം പ്രകാശം വിതറുന്ന ഒട്ടേറെ സ്രോതസ്സുകൾ ഇന്ന് നാം ഉപയോഗിക്കാറുണ്ട്. നഗരങ്ങളിലും പാർക്കുകളിലും രാത്രി മുഴുവൻ പ്രകാശിച്ചു നിൽക്കുന്ന നിയോൺ ബൾബുകളും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇരുട്ടിൽ ഇര തേടുന്ന ഒട്ടേറെ ജീവികൾക്ക് ഈ വെളിച്ചം ദോഷമാകുന്നുണ്ട്. അവരും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. തെളിഞ്ഞ രാത്രികളിൽ മാത്രം കാണാവുന്ന പല ആകാശ കാഴ്ചകളും മനുഷ്യർക്ക് നഷ്ടമാകുന്നതിനും രാത്രിയിലെ തീവ്രമായ പ്രകാശം കാരണമാകുന്നുണ്ട്. ഇതാണ് പ്രകാശ മലിനീകരണം കാരണമുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. രാത്രിയിലെ അമിതമായിട്ടുള്ള പ്രകാശം മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ പോയിന്റ്സ്. 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. 2 ചാപ്റ്ററിലും ഏകദേശം സെയിം കണ്ടന്റ് തന്നെയാണ് പറയുന്നത്. ന്യൂ SCERT-യിൽ ദർപ്പണങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ കൂടി എടുത്തു പറയുന്നുണ്ട്. 360 ബൈ x -1 എന്നുള്ളതാണ്. അതിൽ x നമുക്ക് തരുന്ന ആംഗിൾ എത്രയാണോ അതാണ്. പിന്നെ നമ്മൾ പഠിച്ച 2 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? 7th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERT-യിലെ പ്രകാശ വിസ്മയങ്ങളും അതുപോലെ തന്നെ 7th സ്റ്റാൻഡേർഡ് ന്യൂ SCERT-യിൽ പ്രകാശം പ്രതിപദിക്കുമ്പോൾ, ഈ 2 ലെസൺസ് ആണ് പഠിച്ചത്. ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഇൻഫോം ചെയ്യാനുള്ളത്, നമ്മുടെ ടെലഗ്രാം ചാനൽ എക്സാം വോയേജിന്റെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം. അവിടെ നമുക്ക് ഡെയിലി പ്ലാനോട് കൂടിയിട്ടുള്ള റിവിഷൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ വീക്ക്ലി എക്സാംസിന് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, മാക്സിമം എല്ലാ സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു ഓൾ.